ശൈലജസ് നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിലെ സുവിശേഷ ഭാഗ്യങ്ങളാണ്. അവിടെ ഈശോ വളരെ മനോഹരമായിട്ടുള്ള സുവർണ നിയമം അടക്കമുള്ള വളരെ മനോഹരമായിട്ടുള്ള വചനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, ഒരു കാരണത്തെ അടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ടുള്ള മറ്റുള്ളവർ നിങ്ങൾക്ക് എങ്ങനെ പെരുമാറണമെന്ന്, നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ അവരോടും പെരുമാറണം എന്നടക്കമുള്ള മനോഹരമായിട്ടുള്ള വചനങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ലേഖനഭാഗത്തിലാകട്ടെ ഇതേ വചനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ്ലിയ നമ്മളോട്, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ്ലിയ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം എന്നുള്ള രീതിയിൽ പൗലോസ്ലിയ നമ്മളോടും പറയുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷവും ലേഖനഭാഗവും വായിച്ചു കഴിയുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തുമസിനായിട്ട് വചനത്തോട് ഒരു ആഭിമുഖ്യം പുലർത്തി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയട്ടെ. തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ കീഴടക്കുകയും അല്ലെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് ചാഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറ സൈഡിൽ കൂടുതലായിട്ട് നന്മ ചെയ്ത് നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അത് ഏതെങ്കിലും ഒരു പാപത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാപത്തിൽ നിങ്ങൾ വീണടക്കുകയാണെങ്കിൽ, ഒരു തഴക്കദോഷമായിട്ടൊരു പാപം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ പാപത്തിൽ ഫോക്കസ് ചെയ്യാതെ ഒരുപാട് നന്മകൾ ചെയ്ത്, അതാണ് വചനം പറയുന്നത്, തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ കീഴടക്കുന്നു. ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്ത്, പുണ്യപ്രവർത്തികൾ ചെയ്ത് ഈ തിന്മയുടെ ലോകത്ത് കീഴടക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു പാപത്തെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.